ബഹുമാനമുള്ള വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ, ആദ്യമായി എന്നെയും എന്നെപ്പോലെയുള്ള മറ്റ് ഈ മഹലിൽ നിന്നും വിജയം നേടിയ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും സഹായത്താലും വിജയം നേടിയ എല്ലാവരെയും അനുമോദിക്കാനും ഇതുപോലെയുള്ളൊരു അവാർഡ് നൽകുവാനുമുള്ള സന്മനസ്സും അതിനുള്ള ചിന്തയും ഉണ്ടായ ഖത്തർ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ നാട്ടിലെ എൻ്റെ അനിയന്മാരോട്, ഈ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളോട്, ഈ നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട കുട്ടികളോട്, എൻ്റെ അനിയന്മാരോടും എൻ്റെ അനിയത്തിമാരോടും ഞാനൊരു ചെറിയ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. അതിനുവേണ്ടി ഈ സുവർണമായ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. MBBS അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എൻട്രൻസ് പരീക്ഷ എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. അതെഴുതണം. ആ പരീക്ഷയിൽ നല്ല ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിക്കാം, MBBS അഡ്മിഷൻ കിട്ടും. 2 വർഷം ഈ ഉള്ളവൻ അതിന് കഠിനാധ്വാനം ചെയ്തു. എന്തുകൊണ്ടെന്നറിയില്ല, അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടായില്ല. 3-ാമത്തെ വർഷം ഇതിനു വേണ്ടി തൃശ്ശൂർ ഒരു കോച്ചിങ് സെൻ്ററുണ്ട്, ഒരു പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, ഇതിനു വേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. എൻ്റെ വാപ്പ പറഞ്ഞതുകൊണ്ടാണ് അവിടെ പോകാൻ വേണ്ടി തീരുമാനമെടുത്തത്. ഞാൻ സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു വാപ്പ പറഞ്ഞു തൃശ്ശൂർ പോകണം, അവിടെ പോയിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ തീരുമാനമെടുത്തു. കൂടാതെ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും പറഞ്ഞത് പ്രകാരം ഞങ്ങൾ 3 പേരും മമ്പുറത്ത് പോയി സിയാറത്ത് ചെയ്തു, ദുആ ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടെ മക്ബറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളുടെ അടുത്ത് ആവശ്യം പറഞ്ഞു, ഇന്നതാണ് കാര്യം. ഉസ്താദ് പറഞ്ഞു, അലം നഷ്റഹ് ലക സദ്റക് എന്ന് പറഞ്ഞ ഒരു സൂറത്തുണ്ട്, അതെല്ലാ ദിവസവും ഓതുക, രാവിലെയും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുൻപും. ഞാൻ വീട്ടിൽ പോയി തിരിച്ചു ചെന്നു. ഖുർആൻ എടുത്ത് നോക്കി, അലം നഷ്റഹ് ലക സദ്റക് വവദഅന അൻക ദിക്റക്. അത് അവസാനിക്കുന്നിടത്ത് فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അത് വായിച്ചു. അതിൻ്റെ അർത്ഥം നോക്കിയപ്പോൾ കണ്ണീരാണ് വീണത്. രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങൾക്ക് ഈസിനെസ് ഉണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. ഒന്നും കൂടെ ഉറപ്പിച്ച് ഖുർആൻ പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്റ. 2 ആയത്ത് അതിനു വേണ്ടി മാറ്റിവെച്ചു. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിജയമുണ്ട്. ഫഇദാ ഫറഗ്ത ഫൻസബ വഇലാ റബ്ബിക ഫർഗബ്. നിനക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ നീ കഠിനാധ്വാനം ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ നീ കഷ്ടപ്പെട്ടാൽ നിനക്കതിൽ വിജയമുണ്ട്, നിനക്കതിൽ ഈസിനെസ് ഉണ്ട്. ഈ വാക്ക് എൻ്റെ എൻ്റെ അനിയത്തിമാർ ആ ഖുർആനിലെ ആ സൂറത്ത് പഠിക്കണം, അതെന്നും ഓതണം. അത് ആ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ട് നിങ്ങളത് ഓതുമ്പോൾ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു എനർജി എവിടുന്നോ വരുന്നെന്ന് അറിയില്ല. ആ ഒരു എനർജി കിട്ടും, ഒരു പ്രതീക്ഷ വരും. അവിടെയാണ് കാര്യം, ഒരു പ്രതീക്ഷ വരും. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ വരും, പ്രതീക്ഷ വരും. കഠിനാധ്വാനം ചെയ്യാനുള്ള അള്ളാഹുവിൻ്റെ ശക്തിയിലുള്ള ഒരു വിശ്വാസം വരും. അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹം വരും. അതിൽ റഹ്മത്ത് ചെയ്യും, അതിൽ വിജയം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.